വയനാട് തുരങ്കപാത നിർമ്മാണവുമായി സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാത നിർമ്മാണവുമായി സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാമെന്ന സുപ്രീം കോടതി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജിയിൽ സ്റ്റേയില്ല. തുരങ്കപാത സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് അനിവാര്യമായ ജീവരേഖയാണെന്ന് കോടതി നിരീക്ഷിച്ചു. ശാസ്ത്രീയ പഠനങ്ങളുടെയും വിദഗ്ധ സമിതി റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് നിരീക്ഷിച്ചാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ഹർജി സുപ്രീം കോടതി തള്ളിയത്. ഹരിയാന സീറ്റ് കോഴയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരൻ ഗൗരവ് കുമാർ. മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഭാര്യ സുചിത്ര ദേവിക്ക് നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി MP, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ നടത്തിയ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഗൗരവ് കുമാർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. KC വേണുഗോപാൽ, വേണുഗോപാലിന്റെ PA അനസ് അലി, കൊടിക്കുന്നിൽ സുരേഷ് MP, പ്രിയങ്ക ഗാന്ധിയുടെ PA ഷദാബ് അഹമ്മദ് ഖാൻ എന്നിവർക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. IC ബാലകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ഉപവസിക്കുമെന്ന് ആഹ്വാനം ചെയ്ത NM വിജയന്റെ കുടുംബം ചൊവ്വാഴ്ചയാണ് പ്രിയങ്ക ബത്തേരിയിലെത്തുന്നത്. കുറ്റക്കാരെ മാറ്റി നിർത്തുമെന്ന വാക്കു പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. കുറ്റക്കാരെ മാറ്റി നിർത്തുമെന്നും കുടുംബത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്നും വീട്ടിൽ വന്ന പ്രിയങ്ക പറഞ്ഞതാണെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു. പേര് വിളിക്കാത്തതിൽ പിണങ്ങിപ്പോയി BJP സ്ഥാനാർത്ഥി R ശ്രീലേഖ. പ്രമുഖ വോട്ടർമാരുമായി നടത്തിയ സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി S ജയശങ്കർ പേര് പരാമർശിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ശ്രീലേഖ വേദി വിട്ടത്. യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത ജയശങ്കർ പേര് പറഞ്ഞതും വോട്ട് അഭ്യർത്ഥിച്ചതും രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയാണ്. വേദി വിട്ട ശ്രീലേഖ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ G സോമനോട് കയർക്കുകയും ചെയ്തു. പിന്നീട് നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ച ശ്രീലേഖയെ തിരികെ എത്തിക്കുകയായിരുന്നു. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജുകൾക്ക് ബോംബ് ഭീഷണി. രാംജാസ്, മിറാൻഡ ഹൌസ് കോളേജുകൾക്കാണ് ഇമെയിൽ വഴി ഭീഷണി ലഭിച്ചത്. ഇമെയിൽ ലഭിച്ച ഉടനെ കോളേജ് അധികൃതർ പോലീസിനെ അറിയിച്ചു. പോലീസും ബോംബ് ഡോഗ് സ്ക്വാഡുകളും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ലെന്നും വ്യാജ സന്ദേശമാണെന്ന് കരുതുന്നതായും അധികൃതർ പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു. വാടാനപ്പള്ളിയിൽ BJP കിറ്റ് വിതരണം ചെയ്തെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. കിറ്റ് വിവാദത്തിൽ കേസെടുക്കാൻ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസിന് അനുമതി നൽകിയത്. കിറ്റിന് ഓർഡർ നൽകിയ ആളെ കേസിൽ പ്രതിയാക്കും. BJP കിറ്റ് തയ്യാറാക്കിയെന്നാണ് UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പരാതി. സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണിൽ നിന്ന് കിറ്റുകളും കണ്ടെത്തിയിരുന്നു. കുവൈറ്റിൽ നിയന്ത്രണ മേഖലയുടെ ദൃശ്യങ്ങൾ പകർത്തിയ 29 പേർ അറസ്റ്റിൽ. 6 കുവൈറ്റ് സ്വദേശികളും 23 പ്രവാസികളും ഉൾപ്പെടെ 29 പേരെ ആഭ്യന്തര മന്ത്രാലയം നിയമ നടപടിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇറാൻ ആക്രമണത്തിന് പിന്നാലെ സുരക്ഷാ സാഹചര്യങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ ചിത്രീകരണം ഗുരുതര നിയമലംഘനമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കുവൈറ്റിന്റെ വടക്കൻ ഭാഗത്തെ താമസ മേഖലയിൽ ഷെല്ലുകളും മിസൈൽ ഡ്രോൺ അവശിഷ്ടങ്ങളും വീണ സംഭവത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നൈജീരിയയിൽ ഈസ്റ്റർ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ 26 പേർ കൊല്ലപ്പെട്ടതായി സൈന്യം അറിയിച്ചു. വടക്കൻ നൈജീരിയയിൽ നടന്ന 3 വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് 26 പേർ കൊല്ലപ്പെട്ടത്. നൈജീരിയയിലെ വടക്കൻ മധ്യ ബെനു സംസ്ഥാനത്തെ ഗ്വർ വെസ്റ്റ് പ്രദേശത്തെ എംബലും സമൂഹത്തിന് നേരെ ശനിയാഴ്ച ആയുധധാരികൾ നടത്തിയ ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. ബെനു സ്റ്റേറ്റ് ഗവർണർ ഹയാസിന്ത് ആലിയ ഞായറാഴ്ച ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചു. എന്നാൽ ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് വ്യക്തമാക്കിയില്ല.
അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ ഇന്റലിജൻസ് മേധാവി മജീദ് ഖദേമി കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് വിഭാഗം തലവനായിരുന്ന ഖദേമിയുടെ മരണം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിലാണ് ഖദേമി കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. 2025 ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുൻ മേധാവി മുഹമ്മദ് ഖസേമി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ഈ പദവിയിൽ എത്തിയത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.